ഇന്നിപ്പോൾ വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നു. മാത്രമല്ല വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിന്റെ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇപ്പോൾ വയനാട്ടിലെ രക്ഷാദൗത്യം അതിന്റെ പുരോഗതി വിലയിരുത്തപ്പെടുന്നത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണ്. കാരണം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ രക്ഷാദൗത്യം മെല്ലെയായി പോകുന്ന സാഹചര്യമുണ്ട്. നാളെ വയനാട്ടിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്നതാണല്ലോ പുതിയ മുന്നറിയിപ്പ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, 7 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും ഒടുവിലെ മുന്നറിയിപ്പ് അനുസരിച്ച് വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് ഇന്ന് രാത്രിയും പുലരുമ്പോഴൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിതീവ്ര മഴ എന്നാൽ റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ്. വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ അത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ 7 മണിയുടെ മുന്നറിയിപ്പിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. നേരത്തെ 1 മണിക്ക് വരുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഓറഞ്ച് അലേർട്ടായിരുന്നു വടക്കൻ കേരളത്തിലെ ഈ ജില്ലകൾ, പ്രത്യേകിച്ച് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നൽകിയിരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി അധികം മഴ മേഖലയിൽ ലഭിക്കും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും എന്നുള്ളതാണ്. മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓറഞ്ച് അലേർട്ടായി ആ ജില്ലകളിലെ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനമായി വടക്കൻ കേരളത്തിലെ മേഖലകൾ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നാളെയും മറ്റന്നാളും കൂടി ശക്തമായ മഴ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തുടരും എന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിൽ തന്നെ 9 ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് വയനാട് ഉൾപ്പെടെയുള്ള 9 ജില്ലകളിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മറ്റന്നാളും സമാനമായി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത തുടരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. വേണു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. 7 മണിക്ക് വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് അടക്കമുള്ള 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട്. 1 മണിക്ക് വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു ഈ ജില്ലകളിലെങ്കിൽ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് വരുന്നത്. മേപ്പാടി CHCയിൽ നിന്നും പുതിയ വിവരങ്ങളുമായി മനീഷ് മൂർത്തിയും തത്സമയം ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? കൂടാതെ ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഇന്നും 19 മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നത് ഇപ്പോഴും തുടരുകയാണോ? എന്താണ് അവിടെ നിന്നും കൂടെ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? വേണു, ഗോപികൃഷ്ണൻ, 119 ആയിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ 117 ആയിരുന്നു ഈ നമ്മുടെ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലുള്ള മരണസംഖ്യ എന്ന് പറയുന്നത്. അതിപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ 119 ആയിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നത് മുണ്ടക്കയിൽ നിന്നുള്ള മൃതദേഹങ്ങളുടെ കണക്കുകൾ മാത്രമാണ് നിലവിൽ പറയുന്നത്. മറ്റുള്ളത് നിലമ്പൂരിലെ കണക്ക് അവിടെ നിന്നും വരുന്ന കണക്കുകൾ തന്നെയാണ്. അതായത് 119 മേപ്പാടി CHCയിലെ മരണസംഖ്യ എന്ന് പറയുന്നത്. നിലമ്പൂരിലേക്ക് വന്നാൽ അത് 99 ആണ്. വിംസിലാണെങ്കിൽ, മേപ്പാടി വിംസിലാണെങ്കിൽ 12 ആണ്. വൈത്തിരി സ്വകാര്യ ആശുപത്രിയിൽ ഒരാളുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ബത്തേരി ആശുപത്രിയിലും ഒരാൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ കണക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോൾ 256 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ 20 ആംബുലൻസുകളാണ്, 20 മൃതദേഹങ്ങളാണ് ഇതുവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തും. 92 മൃതദേഹങ്ങൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നും ഇനിയിപ്പോൾ ഒരു ആംബുലൻസിൽ തന്നെ പരമാവധി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുക, ഫ്രീസറിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളത്. ഓരോ ഇടത്തും ഇപ്പോൾ നമ്മൾ 2 ആശുപത്രികളിലായി, വിംസിലാണെങ്കിലും ശരി, ഇവിടെയാണെങ്കിലും
ആണെങ്കിലും ശരി ഓരോ ഇടത്തും നമ്മൾ കാണുന്നത് അതിഭീകരമായ അല്ലെങ്കിൽ അതിദാരുണമായ കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ഇവിടെ ഈ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെയായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അത്ര ഭീകരമാണ് ഓരോ ശരീരങ്ങളുടെയും ഓരോ മനുഷ്യ ശരീരങ്ങളുടെയും അവസ്ഥ എന്നുള്ളതാണ്. കല്ലിനും മണ്ണിനും ഒക്കെ ഇടയിൽപ്പെട്ടുള്ള അത്ര ചതഞ്ഞരഞ്ഞ ശരീരങ്ങളാണ്, മൃതശരീരങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിംസിൽ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വിംസിൽ സംസാരിക്കുമ്പോൾ അമ്മയെയും അച്ഛനെയും കാണാത്ത രണ്ട് സ്ത്രീകളെ നമ്മൾ അവിടെ യുവതികളെ നമ്മൾ അവിടെ കണ്ടിരുന്നു. അങ്ങനെ ഇപ്പോഴും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തേടിക്കൊണ്ട് ആശുപത്രികളിലും മോർച്ചറികളിലും ഒക്കെയായി നടക്കുന്ന ബന്ധുക്കളെ നമുക്ക് ഈ രണ്ട് ആശുപത്രികളുമായി നമുക്ക് കാണാൻ പറ്റും. മുണ്ടക്കൈ മേഖലയിൽ നിന്ന് എത്ര പേരാണ് ഒഴുക്കിൽപ്പെട്ടത് അല്ലെങ്കിൽ എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. കാരണം പാടികളിൽ ലയങ്ങളിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. അവരുടെ വിവരങ്ങൾ പൂർണ്ണമായും തന്നെ ഇല്ല. മാത്രമല്ല അവിടെ ഒരു വിവാഹം നടന്നിരുന്നു, ആ വിവാഹം അവിടെ വീട്ടുകൂടൽ നടന്നിരുന്നു, ഗൃഹപ്രവേശനം നടന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല. അങ്ങനെ കൃത്യമായ കണക്കുകൾ എന്തായാലും ഇനിയും ഈ രണ്ടാം ദിവസവും പുറത്തു വരുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. എന്തായാലും നിലവിൽ സർക്കാർ കണക്കുകൾ പ്രകാരം ഏകദേശം ഉച്ചയ്ക്ക് വന്ന ഒരു കണക്കുകൾ പ്രകാരമാണെങ്കിൽ 200-ലധികം ആളുകളെ കാണാനില്ല അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമായിരുന്നു സർക്കാരിൽ നിന്നും ലഭിച്ചത്. എന്തായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ. അതിഭീകരമാണ്. ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും മൃതദേഹങ്ങൾ ഇങ്ങനെ മുണ്ടക്കയിൽ നിന്നാണെങ്കിലും ശരി, ചാലിയാർ പുഴയിൽ നിന്നാണെങ്കിലും ശരി, നിലമ്പൂരിൽ നിന്നാണെങ്കിലും ഒക്കെ മൃതദേഹങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു നിലയാണ് എന്തായാലും ഉള്ളത്. എല്ലാ ആശുപത്രികളും വിംസിലാണെങ്കിലും ശരി, ഇവിടെയാണെങ്കിലും ശരി, ഇങ്ങനെ ബന്ധുക്കളൊക്കെ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും വിവരങ്ങൾ ലഭിക്കാത്ത, അതായത് നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഒരു വിവരങ്ങളും ഇതുവരെയും ലഭിക്കാത്ത ആളുകളുണ്ട്. ആ രീതിയിലാണ് എന്തായാലും ഒരു അതിദാരുണമായ കാഴ്ച തന്നെയാണ്. മേപ്പാടിയുടെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ, മുണ്ടക്കൈ ആണെങ്കിലും ചൂരൽമലയാണെങ്കിലും ഒക്കെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്കാണ് ഈ ഒരു വലിയ ദുരന്തം നിലവിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 256 ആയിരിക്കുന്നു മരണസംഖ്യ എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടേക്ക് ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള ആംബുലൻസുകളായിരിക്കും അധികമായും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രതികൂല കാലാവസ്ഥ, ഉച്ചയ്ക്ക് ശേഷം നല്ല തോതിൽ മഴയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അലേർട്ടുകൾ ജില്ലയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. വലിയ ഒരു ദുരന്തം തന്നെയാണ്. അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു നിലയുണ്ട്. എന്തായാലും അവിടെ സൈന്യത്തിന്റെ പാലം നിർമ്മാണം നാളെ വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നുള്ളതാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി വേഗം കൂടും. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അവിടെ മറ്റുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തി പുറം ലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. എന്തായാലും 256 മരണസംഖ്യ എന്ന് പറയുന്നത്. നിലവിൽ 119 പേരാണ് മേപ്പാടി. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. മനീഷ് ഇപ്പോൾ ഈ വിവരങ്ങൾ നൽകിയത് മേപ്പാടിയിലെ CSCയിൽ നിന്നാണ്. 256 ആയിരിക്കുന്നു മരണസംഖ്യ. അത് ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ രണ്ടാം ദിനത്തിലെ രക്ഷാദൗത്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ രക്ഷാദൗത്യത്തിന് പല ഘട്ടങ്ങളിലും തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ. ഒരുപക്ഷെ നാളെയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശ്വാസമായി നമ്മുടെ മുന്നിലുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നിരുന്ന ആളുകളെ മുഴുവൻ പൂർണ്ണമായും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് മുണ്ടക്കൈയിലാകട്ടെ അതല്ലെങ്കിൽ അട്ടമലയിലാകട്ടെ ഈ മേഖലകളിലൊക്കെ സഹായ ഹസ്തം കാത്തുനിന്ന ആളുകളെ മുഴുവൻ സൈന്യത്തിന്റെ ഇടപെടലോടുകൂടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ താൽക്കാലിക പാലങ്ങൾ അഥവാ ബെയിലി പാലങ്ങൾ തയ്യാറാവുക. അതോടുകൂടി കൂടുതൽ യന്ത്ര സാമഗ്രികൾ അട്ടമലയിലേക്കും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലേക്കുമൊക്കെ എത്തിക്കാൻ കഴിയും. ഇനിയുള്ള തിരച്ചിലിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കെട്ടിടങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, തിരിച്ചറിയാതെ പോകുകയവർ പിന്നെ കാണാനില്ല എന്ന പരാതിപ്പെട്ട് കിടക്കുന്നവർ, ഇവരെയൊക്കെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നാളത്തെ പരിശോധനയിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വളരെ കാര്യക്ഷമമായ ഒരു തിരച്ചിലായിരിക്കും ഉണ്ടാവുക. ഈ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ വലിയ മെഷീനുകളൊക്കെ തന്നെ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം കൂടി
കൂടി പൂർത്തിയാകുന്നതോടെ മറ്റ് യന്ത്ര സാമഗ്രികൾ കൂടി പരിശോധനയ്ക്ക് വേണ്ടി മുണ്ടക്കയിലും അട്ടമലയിലും എത്തിക്കാൻ കഴിയും. ഇനിയുള്ള തിരച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വളരെ വേഗം തന്നെ ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. നമ്മുടെ മുന്നിൽ തീരാത്തൊരു വേദനയായി വയനാട് ഇപ്പോഴും നിൽക്കുന്നു. സജീവമായ രക്ഷാദൗത്യത്തിൻ്റെ 2ാം ദിവസം അങ്ങനെ പൂർത്തിയാവുകയാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകിക്കൊണ്ട് പലരെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ സൈന്യം ഇറങ്ങി നടത്തിയ ഈ തിരച്ചിലിൽ സാധിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിനെ ഇറക്കി ഡ്രോൺ സംവിധാനങ്ങളോട് കൂടിയായിരിക്കും നാളെ തിരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നത്. മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ സ്നിഫർ ഡോഗുകളെ കൊണ്ടുവന്ന് അത് കണ്ടെത്തി ലൊക്കേറ്റ് ചെയ്ത് പുറത്തേക്കെടുക്കാനുള്ള ശ്രമമായിരിക്കും നാളെ പ്രധാനമായും നടക്കുക. അതോടൊപ്പം തന്നെ ജീവന്റെ കണിക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള രക്ഷാഹസ്തവുമായി ഈ ദൗത്യസംഘം നാളെ അട്ടമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും ഉണ്ടാകും. തീരാത്ത വിലാപങ്ങളുടെ ഭൂമിയായി വയനാട് മാറി എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഈ പോയ 2 ദിവസങ്ങൾ കാണുന്ന കാഴ്ചകൾ കൊണ്ട് വലിയ നീറ്റലിൻ്റെ ആഴത്തിലുള്ള ആധികളുടെ വല്ലാത്ത ഭൂമിയായി മാറുന്നുണ്ട്. അവിടെ ഉറ്റവരെ തേടി ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഓടി നടക്കുന്നവരുടെ വേദന, ചങ്കുപൊടിയുന്ന വേദന നമ്മൾ കാണുന്നു. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു അങ്ങേയറ്റത്തെ ഒരു കലാമിറ്റിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു, ഒരു ഡിസാസ്റ്ററിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ സമചിത്തതയോടുകൂടി നിന്നേ മതിയാവുകയുള്ളൂ. രക്ഷാദൗത്യത്തിന് ഏതെങ്കിലും തരത്തിൽ പകപ്പ് ബാധിക്കാൻ പാടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ആ പകപ്പ് ബാധിച്ചിട്ടില്ല. 256 എന്നുള്ളതാണ് എസ് വിജയകുമാർ ചെയ്യുന്നുണ്ട്. വിജയൻ, ഇന്നിപ്പോൾ 178-ൽ നിന്ന് 256-ലേക്ക് എത്തിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. നാളെ ആ രക്ഷാദൗത്യം കൂടുതൽ സജീവമാകുമ്പോൾ എന്ത് കരുതണം, എന്ത് ഭയത്തോടെ പ്രതീക്ഷിക്കണം വിജയകുമാർ? മോശമാകുന്നു. വയനാട്ടിൽ റെഡ് അലേർട്ട് ഉണ്ടാകുന്നു. റെഡ് അലേർട്ടിന്റെ ഭീഷണി വയനാട്ടിൽ നിൽക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. അപ്പോൾ മറ്റു പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മേഖലയിൽ മാത്രമല്ല, വയനാട്ടിന്റെ പല ഭാഗത്തും ഈ ഉരുൾപൊട്ടൽ സാധ്യത ഭീഷണി എന്ന നിലയിൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ അവിടെയുള്ള ജനങ്ങളെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അവർക്കൊക്കെ സുരക്ഷിതമായി സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുക എന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവാദിത്വമായി ഈ റെഡ് അലേർട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ മാറുകയാണ്. നേരത്തെ കളക്ടർ ആ ഉത്തരവിട്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ രക്ഷാദൗത്യത്തിനും ഈ റെഡ് അലേർട്ട് എന്നതൊരു പ്രതിസന്ധി ആവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞാണ്, ഓറഞ്ച് അലേർട്ടിന്റെ മഴ അല്ല ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്തത്. അത് അക്ഷരാർത്ഥത്തിൽ റെഡ് അലേർട്ടിന്റെ തന്നെ മഴയായിരുന്നു. അതുതന്നെയാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പിന്നീട് പ്രകടമാവുകയും ചെയ്തത്. ഈ രാത്രി വൈകിയും ആർമി അവരുടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്ന ജോലി ഈ മഴയൊക്കെ അവഗണിച്ചും തുടരുന്നതാണ് നമ്മൾ ആ വിദൂര ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ന് മറ്റു ലൈറ്റുകളൊന്നും ഇവിടെ കൂടുതലായി സജ്ജീകരിച്ചിട്ടില്ല. കാരണം ഇനിയിപ്പോൾ രക്ഷാദൗത്യം എന്നത് ഈ ഭാഗത്തില്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ കേന്ദ്രീകരണവും ആ താൽക്കാലിക പാലം എന്നതിലേക്ക് മാറുകയാണ്. അവർക്ക് കൂടുതൽ യന്ത്രസാമഗ്രികൾ കൂടി ഇവിടെ എത്താനുണ്ട്. അതെത്തിയാൽ നാളെ വൈകുന്നേരത്തോടെ പാലം സജ്ജമാകും. പാലം സജ്ജമാകുന്നതോടെ ഈ 2 കരകളും തമ്മിലുള്ള ഗതാഗത സംവിധാനം മെച്ചപ്പെടുകയും അത് പഴയതുപോലെ ആവുകയും ചെയ്യും. അത് ഈ നാടിൻ്റെ പുനർജീവനത്തിന് തിരിച്ചുവരവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പാലം എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ നിലയിൽ ആ പാലം സജ്ജമാകുന്നതോടെ നാടിൻ്റെ മറ്റൊരു തരത്തിലുള്ള അതിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കൂടി പ്രതീകമായി ആ പാലം മാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നാളെ നടക്കുന്ന രക്ഷാദൗത്യത്തിൽ നേരത്തെ തുടക്കത്തിൽ ഗോപി പറഞ്ഞതുപോലെ ഈ മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യമൊക്കെ കണ്ടുപിടിക്കാൻ പരിശീലനം നേടിയ സ്നിഫർ ഡോഗ്സിനെ കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ സേവനം ഈ മുണ്ടക്കൈ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. ഡ്രോൺ നിരീക്ഷണവും ഒപ്പം ഉണ്ടാകും. ആ നിലയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയുള്ള പരിശോധനയ്ക്കാണ് ഇന്നിപ്പോൾ തീരുമാനമെടുക്കുകയും അതിനായി 3-4 സംഘങ്ങളായി രാവിലെ തന്നെ ഇവിടുന്ന് ആളുകൾ പല ഭാഗങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണം. അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഈ മഴ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്കറിയാം, ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ ഇവിടെ പുഴയിൽ വീണ്ടും വലിയ നീരൊഴുക്കുണ്ടായി. വലിയ പാറക്കല്ലൊക്കെ ഒഴുകി വരുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും എന്തോ അപകടം സംഭവിച്ചോ എന്ന് നമ്മളൊക്കെ ആശങ്കപ്പെട്ടതാണ്. പക്ഷേ അത് ആ മഴയുടെ, നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന പെയ്ത്തുവെള്ളം, അത് തന്നെയായിരുന്നു ആ പുഴയിലൂടെ ഒഴുകി വന്നത്. പക്ഷേ അതും വലിയ ഒഴുക്ക്, ഇപ്പോഴും ആ ഒഴുക്കിന് കുറവില്ല. ആ മൺതിട്ടകളൊക്കെ വീണ്ടും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അപ്പോൾ ആ തീരത്തുള്ളവരോടൊക്കെ മാറി നിൽക്കാനൊക്കെ ആ സമയത്ത് ഈ പോലീസും ഫയർഫോഴ്സും ഒക്കെ പറഞ്ഞു. ദൗത്യത്തിന് പോയവരൊക്കെ ആ സമയത്ത് വന്നെങ്കിലും അവരെ താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തെത്തിക്കാൻ ആർമിക്കും കഴിയാതെ പോയി. ആർമിയുടെ താൽക്കാലിക പാലവും ആ സമയത്ത് മുങ്ങി. പിന്നീട് അത് കുറച്ച് മഴ കുറഞ്ഞപ്പോൾ അവരത് ഉയർത്തി. ഏതാണ്ട് 100 കണക്കിന് ആളുകളെ വീണ്ടും അവർക്ക് ആ പാലത്തിലൂടെ ഒരു മനുഷ്യ കവചം പോലെ ആർമി നിന്ന് അവരെ ഇപ്പുറത്തെത്തിക്കുകയും ചെയ്തു. അപ്പോൾ നാളെ ഇവിടെ ഈ ദൗത്യം നടക്കുമ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോവുകയാണോ, അത് അവരെ കൂടി കുറെ കൂടി പ്രോപ്പറായി വിന്യസിക്കുമോ എന്നറിയില്ല. നാളെ
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനമുണ്ട്. ജില്ലാ കളക്ടറേറ്റിൽ അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുക, ഏതൊക്കെ ഏജൻസികളുടെ സേവനം എവിടെയൊക്കെ ഒരുക്കണം എന്നതടക്കം ഉള്ള ചില തീരുമാനങ്ങൾ നാളെ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത്രിതല സംഘം ഇവിടെ കേന്ദ്രീകരിച്ച് ഇതിന് ഏകോപനം നടത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പോരായ്മ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അപ്പോൾ ഇടപെട്ടത് പരിഹരിക്കുന്നുണ്ട്. അതാണ് ഈ മണിക്കൂറിലൊക്കെ നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ കണ്ടത്. അതിന് ഈ മന്ത്രിമാരുടെ സംഘം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധി എന്ന നിലയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവിടെ എത്തിയിരുന്നു. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൈമാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദൗത്യത്തിന് പ്രതിസന്ധിയായി ഒന്നുമില്ല. ആഴത്തിൽ മണ്ണിനടിയിലേക്ക് തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു 4 or 5 വലിയ മെഷീനുകൾ ഇവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലായി നാളെ തെരച്ചിൽ നടത്തും. അത് ഈ പുഴയിലെ ഒഴുക്കിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ മെഷീൻ ഇവിടെ നിന്ന് ഇറങ്ങി പുഴയിലൂടെ തന്നെ ഓടിച്ചു പോയത്. പരിചയസമ്പന്നരായ അതിൻ്റെ ഓപ്പറേറ്റർമാർക്ക് അത് പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇത്തരം ദൗത്യത്തിൽ അവരുടെ സേവനവും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നാളെ നടക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക നീക്കം. കൂടുതൽ മെഷീനുകൾ എത്തുന്നു. ഒരു മനുഷ്യനും യന്ത്രങ്ങളും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ നാളെ ഇടപെടുന്നു എന്നതാണ് നാളത്തെ മറ്റൊരു കാര്യം. പൊതുവെ എല്ലാ തരത്തിലും അനുകൂലമാണ്. ദൗത്യത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മഴ അത് നമുക്ക് മേൽ ഒരു റെഡ് അലേർട്ട് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത് അതേ നിലയിൽ നമുക്ക് മേൽ പെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ സങ്കീർണമാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ഭാഗത്തെ മണ്ണിന് ഒരു വല്ലാത്ത നനവുണ്ട്. അത് നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. അത് ഇനിയും ഇടിഞ്ഞുകൂടായികയില്ല. ഇപ്പോൾ ഒരു ഭാഗം ഇടിഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ തുടർച്ചയായി ഇടിയുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഉരുൾപൊട്ടൽ മേഖലയിൽ നമ്മൾ സ്ഥിരമായി കാണുന്നത്. നമുക്കിപ്പോഴതൊരു പരിചയമായി പോയി. കാരണം നമ്മൾ ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ എന്നത് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഒരു പരിചിത കാഴ്ചയായി പോയി. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ശീലങ്ങൾ. അപ്പോൾ ഒരു ഭാഗത്ത് ഇടിയുന്നു, അടുത്ത ഭാഗത്ത് വീണ്ടും ഇടിവുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ 4 or 5 സ്ഥലങ്ങളിലായി ഒരേപോലെ മണ്ണിടിഞ്ഞ് ആണ് ഇത്രയും വലിയ ദുരന്തം ഇവിടേക്ക് വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു അപകട സാധ്യതയുള്ള പ്രദേശത്ത് ദൗത്യത്തിന് വീണ്ടും പോകണം ആളുകൾ തന്നെ. അപ്പോൾ അവരുടെ ജീവൻ കൂടി അപകടത്തിലാകും. അതാണ് ഈ മഴ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. അത് ഒഴിവായി കിട്ടിയാൽ നാളെ നമുക്ക് വേറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിൽ തർക്കമില്ല. കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ, മഴ നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സംഗതിയാണ്. അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അത് അപ്രതീക്ഷിതമായി വീണ്ടും റെഡ് അലേർട്ടിലേക്ക് പോകുന്നു. കാരണം ഈ മഴ കുറച്ച് കുറയും, ഈ ദിവസങ്ങളിൽ കുറയും എന്നായിരുന്നു കേട്ടിരുന്ന. മധ്യ കേരളത്തിൽ മഴ കുറയും, ഉത്തര കേരളത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ശക്തി കുറയും എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ഇപ്പോൾ മധ്യ കേരളത്തിൽ വീണ്ടും ഓറഞ്ച് അലേർട്ട്, ഉത്തര കേരളത്തിൽ വീണ്ടും റെഡ് അലേർട്ട് എന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭീഷണി നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ നാളെ പുരോഗതിയുള്ളൊരു രക്ഷാദൗത്യത്തിലെ ദിവസമായിരിക്കും. ഇന്ന് ഇവിടെ ഞാൻ നേരത്തെ ആ സ്കൂള് നമ്മളിവിടെ പറഞ്ഞ VHSE സ്കൂള് ആ ഭാഗത്തേക്കൊക്കെ പോയി. അവിടെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെയൊക്കെ തെരച്ചിൽ നടത്താൻ NDRFും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ തെരച്ചിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെയും അവിടെയൊക്കെ തെരച്ചിൽ തുടരും. അവിടേക്ക് വാഹനങ്ങൾ പോകാനൊക്കെയുള്ള റോഡ് ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണും കല്ലുമൊക്കെ മാറ്റി, മരങ്ങളൊക്കെ മാറ്റി റോഡ് സജ്ജമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്കൂളിൻ്റെ ഭാഗമാണ് ഈ ചൂരൽമലയെ സംരക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടേക്കാണ് ഇത് മുഴുവൻ വന്ന് ഡംപായിരിക്കുന്നത്. അതൊരു വലിയ കെട്ടിട സമുച്ചയം സ്കൂളിൻ്റേതുണ്ട്. അത് നിറയെ മണ്ണാണ്. അതിന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് മുഴുവൻ ഇവിടേക്ക് വന്ന് ഈ ഭാഗം മുഴുവൻ അത് വിഴുങ്ങുമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ വിഴുങ്ങിയതിൻ്റെ, അവിടെ ഒടുങ്ങിയതിൻ്റെ ബാക്കി മാത്രമേ ഈ ചൂരൽമലയിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഇത്രയും കെട്ടിടങ്ങളും ഇത്രയും വീടുകളും ഇത്രയും മനുഷ്യരും അവശേഷിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂത്തെടുത്ത് പോകുമായിരുന്നു. യഥാർത്ഥത്തിൽ ആ സ്കൂളിലേക്കാണ് ഇത് മുഴുവൻ വന്ന് എത്തിയിരിക്കുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ, നമുക്ക് 2 ആൾ പിടിച്ചാൽ തീരാത്ത തരത്തിലുള്ള വലിയ മരങ്ങൾ അതങ്ങനെ കൂട്ടമായി അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. നമ്മളത് കണ്ടതാണ്. അപ്പോൾ അത് ഇവിടേക്ക് വരാതിരുന്നത് എന്തോ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ചൂരൽമലയിൽ തന്നെ കാണാതായവരുടെ കണക്ക് ഇവിടെ ഉള്ളവരുടെ പക്കലുണ്ട്. അപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നതൊന്നുമല്ല അവരുടെ പക്കലുള്ള കണക്ക്. നമ്മൾ കേൾക്കുമ്പോൾ പേടിച്ചു പോകും, ഭയന്നു പോകും, ഞെട്ടിപ്പോകും. അപ്പോൾ അത്തരം കണക്കുകളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. അത് നാട്ടുകാരുടെ പക്കലുള്ള കണക്കാണ്. അത് റവന്യൂ വകുപ്പിന് കൈമാറും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അത് അവർ അപ്ഡേറ്റ് ചെയ്യട്ടെ, റവന്യൂ വകുപ്പ് അത് അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഈ മരണസംഖ്യ അത് കൂടുന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എത്രയോ മൃതദേഹം തുടർച്ചയായി ആ റോപ്പ് വേയിലൂടെ ഇക്കരയ്ക്ക് വന്നു പോകുന്നത് നമ്മൾ കണ്ടു.
കേൾക്കുന്ന വിവരം ഇപ്പോൾ ചാലിയാറിൽ നിന്ന് വരുന്ന കാണുന്നതും കേൾക്കുന്നതുമായ വിവരങ്ങൾ നമുക്ക് അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുകയും കരളലിയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾക്ക് ഇത് പറയാതെ, ഇത് കാണിക്കാതെ, ഇത് റിപ്പോർട്ട് ചെയ്യാതെ കഴിയില്ല. കാരണം അത്രമേൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നേർചിത്രം നാട്ടിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ അറിയട്ടെ എന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. കൺഫേം ചെയ്യാത്ത വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടമാണ് മരണ വിവരങ്ങൾ നമുക്ക് കൈമാറുന്നത്. അതാണ് കളക്ടറേറ്റിൽ നിന്നൊക്കെ വരുന്ന വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. പരിക്കേറ്റവരുടെ, ചികിത്സയിലുള്ളവരുടെ ഒക്കെ വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് നൽകുന്നത്. ചാലിയാറിലെ മൃതദേഹം തിരിച്ചറിയുന്നതിൻ്റെ ഒക്കെ കണക്ക് നമ്മൾ അങ്ങനെയാണ് നൽകുന്നത്. അതിനപ്പുറം ഈ നാട്ടുകാർക്ക് അവരുടേതായ ഒരു കണക്കുണ്ട്. അത് കേട്ടാൽ ഭയന്നു പോകും, നമ്മൾ തകർന്നു പോകും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും മഴയാണ് ഈ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാവുന്നത്, വിലങ്ങാവുന്നത്. നമ്മൾ കണ്ടു ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മുണ്ടക്കൈയിൽ മഴ കനത്തതും മുണ്ടക്കൈയിലെ രക്ഷാദൗത്യ പ്രവർത്തകരെ മുഴുവൻ ഇങ്ങോട്ടേക്ക് താൽക്കാലിക പാലം വഴി ഇങ്ങേക്കരയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടു. എത്രയധികം ആളുകളാണ് രക്ഷാദൗത്യത്തിന് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന കാഴ്ച യഥാർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞത് വൈകുന്നേരം അവരെ തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോഴാണ്. അതിൽ സേനാ വിഭാഗങ്ങൾ, NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, കേരള പോലീസുണ്ട്, പ്രതിഫലേച്ഛയില്ലാത്ത മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. നാടൊന്നാകെ ഒറ്റ മനസ്സോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷിഭേദം, ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തകളില്ലാതെ ഒന്നൊന്നായി ഒറ്റ മനസ്സോടുകൂടി വയനാടിന് വേണ്ടി നിൽക്കുകയാണ് അവിടെ. നമ്മുടെ കേരളത്തിൻ്റെ ശീലമാണ്. നമുക്ക് നേരത്തെയും സമാനമായ രീതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതുവരെയുള്ള തർക്കങ്ങളൊക്കെ തീരുകയും എല്ലാവരും പരസ്പരം പുണർന്നുകൊണ്ട് നാടിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നേരത്തെയും കണ്ടവരാണ്. അതിൻ്റെ ആവർത്തനം ഇവിടെ ഉണ്ടാകുന്നു. എന്തായാലും അങ്ങേയറ്റത്തെ സങ്കടക്കാഴ്ച, അങ്ങേയറ്റത്തെ വിറങ്ങലിക്കുന്ന കാഴ്ച. ഏറ്റവും ഒടുവിൽ വരുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കണക്കാണ്. ആകെ മൃതദേഹം അവിടെ 115 എന്ന കണക്കുകൾ ഇപ്പോൾ വരികയും